ഈശോയിൽ പ്രിയമുള്ളവരാ, നമ്മളൊരു ബ്രിഡ്ജായിട്ടാണ് ദൈവത്തിനും മനുഷ്യനുക്കും ഇടയിൽ പ്രവർത്തിക്കാൻ. നമ്മളല്ല, ദൈവം വിളിച്ചിട്ടുള്ള മനുഷ്യർ, ദൈവ വേലക്കാർ, ദൈവ ശുശ്രൂഷകർ. അപ്പൊ ഈ പാലത്തിലൂടെ കടന്ന് അവർ അനുഭവത്തിലേക്ക് എത്തുവാണ്. ദൈവാനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു പാലം മാത്രമാണ് നമ്മളല്ല ദൈവം. നമ്മളൊരു ജോലിക്കാരൻ മാത്രമാണ്. ഒരു പൂന്തോട്ടം നോക്കാൻ ഏൽപ്പിച്ച ഒരു തോട്ടക്കാരൻ്റെ ഒരു ഭാവമേ സ്വദൈവ വേലക്കാരനുണ്ടാവാൻ പാടുള്ളൂ. ദൈവം വിളിക്കുന്നത് യോഗ്യതകൾ കൊണ്ടല്ല. ദൈവം എപ്പോഴും ബലഹീനരെയും കുറവുള്ളവരെയുമാണ് വിളിക്കുന്നത്. കാരണം താൻ എന്തോ ആണെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ദൈവമൊക്കെ അയാൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി അയാളുടെ ഭൂമിയിൽ പ്രവർത്തിക്കാൻ തടസ്സമുണ്ടാവും. അതുകൊണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവനെയാണ് ഞാൻ വിളിക്കുന്നത്, അവനിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. അപ്പൊ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ശൂന്യതകളെ കുറിച്ചും കുറവുകളെ കുറിച്ചും അറിവുള്ളവനെയാണ് കർത്താവ് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു ബാറ്റിൽ കൂടെയാണ്. അത് ഞാൻ എൻ്റെ കുറവുകളോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ ഞാൻ സുവിശേഷം പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കുറവുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വിചാരിച്ച് ഞാൻ കുറവില്ലാത്ത ആളല്ല. ദൈവം എന്നെ വിളിച്ചത് കൊണ്ടോ എന്നിലൂടെ നിങ്ങൾ സുവിശേഷം കേൾക്കുന്നത് കൊണ്ടോ ഞാനൊരു പെർഫെക്റ്റ് പേഴ്സൺ അല്ല. എൻ്റെ കുറവുകളിൽ കൃപ എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നത്. കൃപയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം കൃപ വർക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ദൈവത്തിന്റെ കൃപ കിട്ടിയില്ലെങ്കിൽ ഇടറാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഒരു ദൈവവേലക്കാരൻ. അതുകൊണ്ടാണ് പറഞ്ഞത് കുറവുള്ളവരെയാണ് കർത്താവ് വിളിച്ചത്. ദാവീദ് ആടിനെ മേയ്ക്കാൻ പോയപ്പം അഭിഷേകം കൊടുത്തു. ദാവീദിനെ തിരഞ്ഞെടുക്കാൻ കർത്താവ് ആഗ്രഹിച്ചു, അഭിഷേകം കൊടുത്തു. ഉയർത്തേണ്ട സമയത്ത് ദാവീദിനെ ഉയർത്തി. ദാവീദും ഇടറി, പക്ഷെ അവൻ ഇടർച്ചയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചുവരവിന്റെ കാലവും ഉണ്ടായിട്ടുണ്ട്. അപ്പം വീടില്ല ശുശ്രൂഷകരെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ബാറ്റിലാണെന്നേ. ഒരു വലിയ പൈശാചിക ലോകത്തോടും നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്, നമ്മളിലെ മനുഷ്യനോടും നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് പൂർണ്ണമായിട്ട് നമ്മൾ വിജയിച്ചതായി കാണപ്പെടണമെന്നില്ല. പക്ഷെ വിളിയുള്ളത് കൊണ്ട് പിന്നെയും പിന്നെയും ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും. ദൈവം തന്റെ വിശ്വസ്തത എല്ലാ കാലത്തും പുലർത്തും. നമ്മളും ആ വിശ്വസ്തതയിൽ നിലനിൽക്കാൻ വേണ്ടി ദൈവം സാഹചര്യങ്ങളെ വ്യക്തി ഒരുക്കി നമ്മൾ അതിൽ നിലനിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിൽ പിടിച്ചു നിർത്തും. നമ്മളിലൂടെ ദൈവത്തിലേക്കാണ് മനുഷ്യരെത്തേണ്ടത്. നമ്മളൊരു ദൈവം ആവാൻ പാടില്ല. ഒരു ശുശ്രൂഷകനിലൂടെ ഒരു ശുശ്രൂഷ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ ശുശ്രൂഷകൻ പിന്നെ അവിടെ നിൽക്കണ്ട. അവന് ദൈവബോധം ഉണ്ടായി കഴിഞ്ഞാൽ ശുശ്രൂഷകന്റെ ജോലി തീരുന്നു. അവിടെ എന്നിലേക്ക് ആരും ആകർഷിക്കപ്പെടാൻ പാടില്ല. എന്നിൽ നിന്നും കർത്താവിനെ കാണാനുള്ള ഒരു ചെറിയ ഹെൽപ്പ് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. ഒരു ചൂണ്ടുപലകയുടെ ജോലിയെ നമുക്കുള്ളൂ. ഇതാണ് വഴി, ഞാൻ ഈ വഴിക്ക് പോയിട്ടുണ്ട്, ഈ വഴിയിൽ നല്ല കാര്യങ്ങളുണ്ട്, നിങ്ങൾ പോവുക എന്നുള്ളതാണ്. സോ ഇവിടെ എപ്പോഴും ഈ ഒരു എളിമയുടെ തലം ഒരു ആത്മാവിൽ നമ്മൾ നിലനിർത്തണം. ഞാനല്ല ഇവിടെ. ഒരു മനുഷ്യനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഒരു ശുശ്രൂഷകനെ കൊണ്ടും പറ്റില്ല. അത് ദൈവമാണ് അവനെ രക്ഷിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് തൊടാതെ ഒരു ആത്മാവും രക്ഷപ്പെടില്ല. അതിനു വേണ്ട സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാനും അതിനു വേണ്ട അറിവ് കൊടുക്കാനും അതിനു വേണ്ട ശ്രമങ്ങൾ നടത്താനും മാത്രമേ നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കുള്ളൂ. അത് ഓരോ മനുഷ്യൻ്റെയും വിളി വ്യത്യസ്തമാണ്. എൻ്റെയൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മൊബൈലിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതൊന്നും അല്ല, ഒരു വലിയ ശുശ്രൂഷയൊന്നും അല്ല ഇത്. ചിലര് വീടും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നടക്കുന്നു. ചിലർ ഫുൾ ടൈം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പം ഓരോ മനുഷ്യനും അവൻ്റെ സമർപ്പണത്തിൻ്റെ വാല്യൂ, വില, അതിൻ്റെ വലിപ്പം ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ദൈവം എല്ലാവരോടും വിശ്വസ്തത പുലർത്തും. അത് ചെറിയ ശുശ്രൂഷകനോടും വലിയ ശുശ്രൂഷകനോടും വലിയ വിശ്വസ്തത പുലർത്തും. ഒരു സാധാരണക്കാരനോട് ഒരു പ്രശ്നം വരുമ്പോൾ, ഇനി ഇതൊന്നുമല്ല, ഈ ശുശ്രൂഷയൊക്കെ വിട്, ഒരു സാധാരണക്കാരനോട് പ്രശ്നം വരുമ്പോൾ താൻ അനുഭവിച്ച കർത്താവിനെ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ചിലപ്പോൾ ശരിയാവും എന്ന് പറയുന്നവനും ശുശ്രൂഷകൻ തന്നെയാണ്. ദൈവത്തിന്റെ ലോകത്തിലെ, ദൈവത്തിന്റെ രാജ്യത്തിലെ ദൈവവേലക്കാരാണ് ഓരോ മനുഷ്യരും. ഈശോയെ പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ എന്ന സംഗതി ഇല്ല. ഈ ഞാൻ നിങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഏതൊരു കയറ്റത്തിലും ഈ ഒരു ഞാൻ എന്ന പരീക്ഷണം ഉണ്ടാവും. അപ്പോഴൊക്കെ ദൈവം നിങ്ങളെ എളിമപ്പെടുത്തും. അതുകൊണ്ട് എളിമ തരണേ എന്ന് നമ്മൾ മറിയത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. എന്നിലൂടെ എന്തെങ്കിലും കേൾക്കുന്നു, ഒരാൾ ദൈവത്തിലേക്ക് എത്തുന്നു, എൻ്റെ ജോലി തീരുന്നു, ഞാൻ മടങ്ങുന്നു. ഓരോ മനുഷ്യനെയും 24 മണിക്കൂറും ഞാനെന്ന ശുശ്രൂഷകൻ കൈപിടിച്ച് നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. ഇപ്പം ഞാൻ ശുശ്രൂഷകയാണെങ്കിൽ, മറിച്ച് അവനൊരു ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. ആ ദൈവം അവൻ്റെ കൂടെ 24 മണിക്കൂർ നടക്കുന്നുണ്ടെന്നും അവൻ്റെ ഓരോ ക്രൈസിസുകളും കാണുന്നുണ്ടെന്നും അവനെ വ്യക്തിപരമായിട്ട് നയിക്കാൻ ശക്തനാണ് എന്നും അത് സാധ്യമാണ് എന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ മനുഷ്യൻ്റെ ജീവിതം ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു വെറുതെ ഇരിക്കാനും ധ്യാനിക്കാനും ആത്മീയമായ ഒരു അനുഭവത്തിലേക്ക് വരാനും ഇപ്പോൾ ധ്യാനത്തിന് പോകാൻ തീരുമാനിച്ചാൽ തന്നെ എന്തൊക്കെ ഷെഡ്യൂളുകളാണ് നമുക്കല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ധ്യാനത്തിന് പോകാൻ പറ്റാം.
അപ്പം ഇതെല്ലാവർക്കും പോസിബിൾ അല്ലാത്തത് കൊണ്ട് ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ഒരിക്കൽ രക്ഷയുടെ അനുഭവം നേടുകയും ചെയ്തിട്ടുള്ള മനുഷ്യന്മാര് താൻ അനുഭവിച്ച ദൈവത്തെ പ്രഘോഷിക്കുകയാണ്. അത് വാക്കുകൾ കൊണ്ട് പ്രഘോഷിക്കുന്നതല്ല, വലിയ പ്രഘോഷണം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നതാണ്. ചില സമയത്ത് ചില ആളുകൾ നമ്മളുടെ പ്രസൻസ് തന്നെ മറ്റേ മനുഷ്യന്മാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ നിങ്ങളെന്ന വ്യക്തിയുടെ പ്രസൻസ്, നിങ്ങളുടെ വാക്കുകൾ, നോട്ടം, ഒരു കൺസേൺ, തോളിലൊന്ന് തട്ടുന്നത്, ഇതെല്ലാം ദൈവവേല തന്നെയാണ്. അപ്പം ദൈവത്തെ അനുഭവിച്ചു എന്നത് ജീവിതം കൊണ്ടും തെളിയിക്കണം, പറയേണ്ടടുത്ത് പറയണം, എഴുതേണ്ടടുത്ത് എഴുതണം, പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിക്കണം. അത് ദൈവം നിങ്ങളെ എങ്ങനെ നയിക്കുന്നോ അതുപോലെ നിങ്ങൾ പോയാൽ മതി. ഇനി ദൈവം പറയുന്നതിന് കൂടുതലും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. അൽഫോൻസാമ്മയോട് ദൈവം പറഞ്ഞു, നീ സഹനം ഏറ്റെടുത്തോ, ഈ മഠത്തിൽ എല്ലാ സഹനവും നിനക്ക് വേണമെന്ന് നീ പറയേണ്ട കാര്യമില്ല, നിനക്ക് തരുന്ന സഹനം ഏറ്റെടുത്താൽ മതി. എനിക്ക് ചെയ്യേണ്ടതേ ഞാൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. അത് എനിക്ക് തന്നതിനോടുള്ള വിശ്വസ്തത ഞാൻ പുലർത്തേണ്ടതുണ്ട്. ഇനി യജമാനൻ ഭൃത്യനും, ദൈവം നമ്മളെ മക്കളായിട്ടാണ് കാണുന്നത്. ശുശ്രൂഷകൻ പ്രവാചകനാണ്. ശുശ്രൂഷകനോട് പറയാതെ, പ്രവാചകനോട് പറയാതെ ദൈവം ഭൂമിയിലൊന്നും ചെയ്യുന്നില്ല. അതായത് ഇതല്ല ഞാൻ പറയുന്നത്, ഉയർച്ചയുടെ തലമല്ല ഞാൻ പറയുന്നത്, ആത്മാവിൽ എങ്ങനെ എളിമ നിലനിർത്തുന്നതാണ്. ഇപ്പൊ ദൈവം എന്നോട് വിശ്വസ്തത പുലർത്തും. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ ദൈവം അതിൽ ഇടപെടും, എനിക്ക് വേണ്ടി വാദിക്കും, എനിക്ക് ഭക്ഷണം തരും, എന്നെ പോറ്റും, എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കും, എന്നെ പ്രൊട്ടക്ട് ചെയ്യും, എന്നെ ശത്രു വെട്ടി തകർക്കാതെ പ്രൊട്ടക്ട്. ഇതെല്ലാം ഉയർച്ചയുടെ തലമാണ്. പക്ഷെ ഇങ്ങനൊരു തലം കൂടെ ഉണ്ട്. ഇപ്പോൾ ദൈവം പറഞ്ഞത് ചെയ്യാം, അത്രേ ഉള്ളൂ. നിന്നോട് ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞു, നീ പ്രസംഗിക്കാം. 10 ദിവസം അല്ലെങ്കിൽ 10 ആഴ്ച മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. അപ്പൊ ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈബിളിൽ പറയുന്ന കഥയുണ്ടല്ലോ. അപ്പൊ യജമാനം വരുവാണ്. അപ്പൊ വൃത്തിന് ഇത്രയും നാളും ജോലി ചെയ്യുമായിരുന്നു, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. യജമാനം വരുമ്പോൾ എത്ര ക്ഷീണിച്ച വൃത്തിനാണെങ്കിലും അവിടെ ജോലി ചെയ്യണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അല്ലേ. ആ ഒരു മനോഭാവം, ജോലി ചെയ്യുന്നതിനെ കുറിച്ചല്ല, ആ ഒരു മനോഭാവം, എൻ്റെ ദൈവം എന്ത് ആവശ്യപ്പെടുന്നു, എപ്പോൾ ആവശ്യപ്പെടുന്നു, എങ്ങനെ ആവശ്യപ്പെടുന്നു, അത് ഞാൻ ചെയ്യാം. അതിൽ കൂടുതൽ എനിക്ക് ചെയ്യേണ്ട, അതിൽ കുറവ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ദൈവം തന്ന നാണയങ്ങൾ, പ്രസംഗിക്കുക എന്നത് ദൈവം തന്നൊരു നാണയമാണെങ്കിൽ ഞാനത് കുഴിച്ചിടില്ല. മനുഷ്യരെ പേടിച്ചുകൊണ്ട് ഞാനത് പറയാതിരിക്കാൻ പോകുന്നില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, 1-ാം സ്ഥാനം കർത്താവിന്. ദൈവമാണ് എന്നെ വീണ്ടെടുത്തത്, 1-ാം സ്ഥാനം കർത്താവിനാണ്. ഞാൻ മനുഷ്യരെ പേടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കില്ല, മനുഷ്യർക്ക് വേണ്ടി മിണ്ടാതിരിക്കില്ല. ദൈവം പറഞ്ഞാൽ ഞാൻ പറയേണ്ടടുത്ത് പറയും. ഇനി മറ്റൊരു ചോദ്യമാണ്, ഇതൊക്കെ ദൈവമാണോ പറയുന്നത്, നമ്മുടെ മനസ്സിന് തോന്നലാണോ? അത് ആത്മീയ യാത്രയിൽ ദൈവം തന്നെ നിങ്ങളെ പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി തരും. അത് എനിക്ക് പറഞ്ഞു തരുന്നതിന് അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഞാൻ നിങ്ങളെ ഇപ്പം ഇന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആ എക്സ്പീരിയൻസിന് വേണ്ടി ദാഹിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ദാഹം വേണം. അതായത് പരിശുദ്ധാത്മാവാണോ എന്നെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമാണോ, അത് പിശാചാണോ, അത് മാനുഷിക തലമാണോ എന്ന് അറിയാനുള്ള തീക്ഷ്ണമായ തീവ്രമായ ഒരു ആഗ്രഹം ആത്മാവിൽ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവ് ഇതൊക്കെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇതൊക്കെ തരാൻ വേണ്ടി കൊതിക്കുന്ന ഒരാളാണ്. സോ നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾക്ക് ദാഹം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളുടെ ആത്മാവിൽ ഒരു പരിശീലനം നടത്തും. നമുക്ക് മനസ്സിലാവും. വിഷനിലൂടെ, സ്വപ്നത്തിലൂടെ, ബൈബിൾ വചനങ്ങളിലൂടെ, വ്യക്തികളിലൂടെ, ശുശ്രൂഷകരിലൂടെ, അത് ദൈവത്തിന്റെ അഭിഷേകമുള്ളവരിലൂടെ ഒക്കെ ദൈവം നിങ്ങളെ ലീഡ് ചെയ്യും. ഇത് ദൈവത്തിൻ്റെ ആണോ. പിന്നെ നിങ്ങൾ സുവിശേഷ പ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ വചനം വായിച്ചിട്ട് പരിചയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ? കാരണം നമുക്ക് ദൈവത്തെ പരിചിതമായി, വചനങ്ങൾ പരിചിതമായി, അപ്പം നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് തട്ടിച്ചു നോക്കും. ദൈവം ഇങ്ങനെ പറയുന്നു, ദൈവം ഇതിന് മുമ്പ് എങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ, ഇതുപോലെ ഏതെങ്കിലും ശുശ്രൂഷകളിലൂടെ ഇതുപോലെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടോ, അല്ല ഇനി ഇതൊന്നിനും പെടാത്ത ഒരു പുതിയ അനുഭവമാണോ ഇത്? ഇതെല്ലാം നമ്മുടെ ഒരു ആത്മീയ കാൽക്കുലേഷനാണ്. ഒരു മെന്റൽ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഒരു കാൽക്കുലേഷൻ തന്നെയാണ്. പക്ഷെ അതിന് സോളിന്റെ തലം കൂടെ ഉണ്ട്. നമ്മുടെ ആത്മാവിലാണ് ഈ തിട്ടപ്പെടുത്തലുകൾ നടക്കുന്നത്. അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. അത് ദൈവം അതിനെ സഹായിക്കും. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് ദൈവം പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ച് നമുക്ക് മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മൾ ദൈവത്തിന്റെ ഭാഷ ഡീകോഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ജ്ഞാനത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാ. നമ്മളോട് ഒരു ഇത്തിരി ജ്ഞാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവിടുന്ന് ചിന്തിക്കുന്നതും പറയുന്നതും ഒരു മനുഷ്യന്റെ ഇത്രയും പോകുന്ന ഒരു ബ്രെയിൻ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിൽ പോരായ്മകളും പാളിച്ചകളും ഉണ്ടാകും. ദൈവം ഒരു അപ്പനാണ്. കുഞ്ഞുങ്ങളുടെ മിസ്റ്റേക്ക് അപ്പന് മനസ്സിലാവും. അപ്പം ആ മിസ്റ്റേക്ക് ഒരു പ്രാവശ്യം ഉണ്ടായാൽ, ഇപ്പം മോശയോട് അടിക്കാൻ പറഞ്ഞില്ല, വടിയെടുക്കാനേ പറഞ്ഞോളൂ. പക്ഷെ നമുക്ക് തോന്നി മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം നമ്മളൊന്ന് അടിച്ചു നോക്കി. അപ്പോൾ തെറ്റ് പറ്റുന്നു എങ്കിലും ദൈവം എങ്ങനെയെങ്കിലും നമ്മൾ ആ മേഖലയിൽ സഹായിക്കും. അപ്പം ദൈവം പറഞ്ഞതാണെന്ന് കരുതി നിങ്ങളൊരു തെറ്റായ കാര്യം ചെയ്തു, പക്ഷെ നിങ്ങളുടെ ഇന്റൻഷൻ പ്യുവർ ആയിരുന്നു, നിങ്ങൾ അതിൻ്റെ ഒരു തിന്മയുടെ സ്വാധീനത്തിലേക്ക് വിട്ടുപോകരുത്, ശരിയായിട്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ ശ്രമിച്ചു, എവിടെയോ തെറ്റി, ദൈവം നിങ്ങളെ സഹായിക്കും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവൻ്റെ കൈ പിടിച്ചിട്ടുണ്ടാവും, വീണേക്കാം, പക്ഷെ വീഴ്ച മാരകമായിരിക്കില്ല. അപ്പോൾ വീഴില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇനി പ്രലോഭനങ്ങളുടെ ഒരു വലിയ തലമുണ്ട് ശുശ്രൂഷകർക്ക്. അത് നിങ്ങൾ വളരും തോറും അതിൻ്റെ തീവ്രത കൂടും. ഇപ്പൊ പണ്ട് എനിക്കൊരു കാര്യം കാണുമ്പോൾ മനസ്സിലാവുന്നു അത് പ്രലോഭനമാണ്, പക്ഷെ ഇപ്പോൾ അത് പ്രലോഭനമാണെന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി മാസങ്ങൾ എടുക്കേണ്ടി വരുന്നു.
അതൊരു പ്രലോഭനമായിരുന്നല്ലേ? അതെനിക്ക് കാരണം അത്രയും ഫിൽട്ടർ ചെയ്ത് അത്രയും സിമിലാരിറ്റിയാണ് നന്മയ്ക്കും തിന്മയ്ക്കും ഉണ്ടാകുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറയില്ലേ, കള്ളനോട്ടും നല്ല നോട്ടും കാണുമ്പോൾ തിരിച്ചറിയാൻ ഭയങ്കര പാടാന്ന് പറയില്ലേ, അതുപോലെയാണ് ചില പ്രലോഭനങ്ങൾ. നിങ്ങൾ വളരും തോറും പ്രലോഭനങ്ങൾ അങ്ങനെയാണ് വരിക. അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ ശരിയാന്ന് കരുതിയത് ചെയ്യും, പക്ഷെ നിങ്ങളെ സംരക്ഷിക്കാൻ കർത്താവിന് പറ്റും. ചിലപ്പോൾ ചെയ്തേക്കാം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവത്തിന് പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് തെറ്റി പറ്റിയിട്ടുണ്ട്. പക്ഷെ നാണം കെടാതെയും മറ്റുള്ളവരെ എന്നെ കല്ലെറിയാതെയും കൈകെട്ടി കുറ്റവാളിയെ പോലെ നിർത്താതിരിക്കുകയും ചെയ്യുന്നതിന് ദൈവം ഇടപെട്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഇൻറ്റൻഷൻ ദൈവത്തിന് അറിയാം. ദൈവം ഹൃദയം പരിശോധിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം അത് തന്നെയാണ്, ദൈവം നിങ്ങളുടെ ഹൃദയമാണ് പരിശോധിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ശുശ്രൂഷകനാവാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആണ്, അതോ എന്തെങ്കിലുമൊക്കെ ആവാനുള്ള അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണോ, സാമ്പത്തിക നേട്ടമാണോ? ഇതെല്ലാം ദൈവം ഉള്ളിലിരുന്ന് പരിശോധിക്കും. അഭിഷേകത്തിൽ കള്ളത്തരമില്ല. അഭിഷേകം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് നാളൊക്കെ അഭിഷേകം ഇല്ലെങ്കിലും ദൈവം നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് സുശേഷമൊക്കെ പറയാൻ പറ്റുമെങ്കിലും അത് ഈ പെട്രോൾ തീർന്നിട്ട് വണ്ടി കുറച്ച് നാൾ മുന്നോട്ട് പോകുമല്ലോ, കുറച്ചും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ മാത്രമാണ്. അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവും. അതിലൊരു ദൈവത്തിൻ്റെ കൃപ ഇങ്ങനെ എടുത്തു കളയും. തിന്മയ്ക്കും ഇതേത് കൃപകളൊക്കെ തന്നാൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പറ്റും, പക്ഷെ എങ്ങനെയെങ്കിലും അത് അധികം മുന്നോട്ട് പോവില്ല. അതിന് പ്രശ്നങ്ങളുണ്ടാകും, അതിലൊരു തകർച്ചകളുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് തന്നെ അതൊരു ബന്ധനമായി മാറും. നിങ്ങൾ തന്നെ സ്വയം നശിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അഭിഷേകം കിട്ടണില്ലെങ്കിൽ മിണ്ടരുത്. അതായത് ദൈവം നിങ്ങളോട് കൃപ തരുന്നില്ല എന്നൊരു ദിവസം പറയാമെങ്കിൽ പറയണ്ട, 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ചെയ്യാൻ പറ്റുന്നില്ല, ദൈവം അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് കിട്ടുന്നില്ല കർത്താവേ, നീ പറയണ പോലെ തോന്നുന്നില്ല, നിന്റെ കൃപ കിട്ടണ പോലെ എനിക്ക് തോന്നുന്നില്ല എങ്കിൽ അത് ആ അനുഭവം ഉണ്ടാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. തിടുക്കം കൂട്ടരുത്. ഇന്ന് വീഡിയോ ചെയ്തു, നാളെ ദൈവം എനിക്ക് കൃപ തന്നില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണം. അത് എന്നാണ് അടുത്ത കൃപ തരുന്നത് അപ്പം ഞാൻ മിണ്ടിയാലും മതി. കാരണം ഇത് എൻ്റെ ശുശ്രൂഷയല്ല, ദൈവത്തിൻ്റെ ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നത്. അപ്പം മാനേജർ എന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞില്ല എങ്കിൽ ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാം. എംപ്ലോയി എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു ഫയല് ചെയ്യാൻ വേണ്ടി തരുമ്പോൾ അത് ഞാൻ ചെയ്യാം. ഇത് സെൽഫ്ലെസ് ആയിട്ട് ചെയ്യണതാണ് ദൈവ ശുശ്രൂഷ. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ എന്നെ തന്നെ കുറിച്ച് പുകഴ്ത്താൻ പാടില്ല. മറ്റുള്ളവർ എന്നെ പുകഴ്ത്തിയാലും അതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. നമ്മുടെ നാമത്തിനുള്ള നമുക്ക് പ്രതിഫലം തരേണ്ടത് മനുഷ്യരല്ല, ദൈവമാണ്. നമുക്ക് കുറവുകളുണ്ടാകും, പോരായ്മകളുണ്ടാകും, പ്രലോഭനങ്ങളോട് പൊരുതേണ്ടി വരും, വീഴ്ചകൾ ഉണ്ടാവും. എങ്കിലും അവനെ തന്നെ ഫോളോ ചെയ്യുക. അവൻ നമ്മളിലൂടെ പൂർത്തീകരിക്കേണ്ടത് ദൈവം പൂർത്തീകരിക്കട്ടെ. നമുക്ക് വലിയ പ്രൊട്ടക്ഷൻ, പ്രവാചകന് ഒരുപാട് പ്രൊട്ടക്ഷൻ ദൈവം തരുന്നുണ്ട്, ദൈവഭക്തൻ. അതെല്ലാം നമുക്കുണ്ടാകും. എങ്കിലും ആത്മാവിൽ എളിമ സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ. എളിമ നഷ്ടപ്പെടുന്ന നിമിഷം മുതൽ പിശാച് നമ്മളെ വീഴ്ചയ്ക്ക് വേണ്ടിയുള്ള കെണികൾ ഒരുക്കാൻ തുടങ്ങും. അപ്പോൾ എളിമയുള്ളൊരു ഹൃദയം തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.